ഹലോ എല്ലാവർക്കും ദാസ് സ്പീക്സിലേക്ക് സ്വാഗതം. ഇന്നലെ രാവിലത്തെ ഷോ 9:30 ഷോയ്ക്ക് വനിതയെ പോയിട്ട് ഞാൻ സിനിമ കണ്ടു. പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് കണക്റ്റ് ആയില്ല, ചില കോമഡികൾ എനിക്ക് വർക്കായില്ല എന്ന് കരുതി സിനിമ എന്നല്ല ഞാൻ പറയുന്നത്. സിനിമ ഓവറോൾ നല്ലതാണ്. കാരണം അതിനൊരു 4th പാർട്ടും കൂടിയുള്ള സ്ഥിതിക്ക് സിനിമയെ കഴിഞ്ഞ് നമ്മൾ കുറ്റം പറഞ്ഞ് അതിനെ നശിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷേ കഴിഞ്ഞ് കുറ്റം പറയാനായിട്ടുള്ള ഒരു മോശം സിനിമയല്ല ആട് 3. അത് കുറച്ച് പേര് വലിയ രീതിയിൽ അതിന് കുറ്റം പറയുന്നുണ്ട്, ഒരുപാട് പേര് നല്ലത് പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് എന്തുകൊണ്ട് അത് കണക്റ്റ് ആയില്ല എന്നുള്ളത് കൂടി ഞാൻ പറയും. അപ്പോൾ ചിലപ്പോൾ സ്പോയിലേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ, ഞാൻ ഈ റിവ്യൂ പറയുന്ന വീഡിയോ മാക്സിമം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സിനിമ കണ്ടവർക്കാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഞാൻ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലാത്തവർ ഈ സിനിമ ഈ റിവ്യൂ കാണാതിരിക്കുന്നതാണ് ബെറ്റർ, കാരണം ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ആട് 1ഉം 2ഉം ഇറങ്ങിയത് ഒരു പ്രത്യേക ശൈലി, ഒരു സ്ലാപ്സ്റ്റിക് കോമഡി അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു കോമിക് സ്റ്റൈല് ക്യാരക്ടേഴ്സ് വെച്ചാണ്. അപ്പോൾ അവരെല്ലാവരും നമ്മൾ ഇഷ്ടപ്പെട്ടത്, ഒരു ഷാജി പാപ്പനായാലും അല്ല ഡ്യൂഡായാലും ഷാജി പാപ്പൻ്റെ കൂടെയുള്ള ആളുകൾ, ധർമ്മജൻ, ഇവരെല്ലാവരും ഇഷ്ടപ്പെട്ടത് അവരുടെ പെർഫോമൻസ് കൊണ്ടാണ്, അവരുടെ ഒരു കോമിക് സ്റ്റൈൽ, ഒരു കഥാപാത്രങ്ങൾ കൊണ്ടാണ്. അല്ലാതെ ഇതിൽ നമ്മുടെ ആട് സീരീസിൽ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിൽ കഥയ്ക്കോ അല്ലെങ്കിൽ കണ്ടൻറ്റിനോ വലിയ പ്രാധാന്യമില്ല. ഒരു ചെറിയൊരു കഥയെ അതിൻ്റെ സ്ക്രീൻ പ്ലേയും അതിൻ്റെ പെർഫോമൻസും കൊണ്ട് അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിച്ചൊരു സിനിമയാണ് ആട് ഫ്രാഞ്ചൈസിയിലുള്ള ഈ 2 സിനിമകളും. അതുകൊണ്ട് തന്നെ നമ്മൾ ആട് 3 കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് കാണുന്നൊരു സിനിമയാണ്. അപ്പോൾ നമ്മൾ തന്നെ ടൈം ട്രാവൽ ആയിരിക്കും, അതൊരു ഫാൻറ്റസി ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കാത്തിരുന്നത്. അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് കിട്ടിയ ഒരു പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഞാൻ വഴിയെ പറയാം. ആദ്യം എനിക്ക് പറയേണ്ടത് ക്യാരക്ടറൈസേഷൻ. ഈ ഒരു കോമിക് രീതിയിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അത് ഈ സിനിമ ആട് 3ലേക്ക് വരാൻ നേരത്ത് ഇതിന് മെയിൻ ഒരു ക്യാരക്ടർ റോൾ വരുന്നത് ഒരു മദാമയുടെ ഒരു റോളുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ റോള് നമ്മുടെ ഈ ആട് 1ലും 2ലും ഉള്ള കഥാപാത്രങ്ങളെക്കാൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടേഴ്സാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അവരുടെ സീനുകളായാലും നമ്മുടെ ഈ കോമഡി കാണിക്കുന്ന ചിരിപ്പിക്കുന്ന ഷാജി പാപ്പനായാലും ഡ്യൂഡൊക്കെ ആയിട്ടുള്ള ആ ഒരു സീനിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഈ മദാമയുടെ ഭാഗങ്ങൾ വരുമ്പോൾ ഭയങ്കര സീരിയസും നമ്മുടെ ഷാജി പാപ്പനൊക്കെ ഈ ഒരു നോർമൽ ഒരു കഥാപാത്രങ്ങളായിട്ടും നിൽക്കുന്നൊരു സാഹചര്യം. അത് രണ്ടും തമ്മിൽ ഭയങ്കര അന്തരം നമുക്കത് ഫീൽ ചെയ്തു. ആ മദാമയുടെ സീൻ നമ്മുടെ ആട് 1ലും 2ലും ഉള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്നത്, വളരെ മുഴച്ചു നിൽക്കുന്നൊരു സംഭവമാണ്. ആ ഒരു ക്യാരക്ടർ വേണ്ട എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന കുറേ ഘട്ടങ്ങളുണ്ട്. ഒരുപാട് സമയം അതിനുവേണ്ടി കളഞ്ഞിട്ടുണ്ട്. മൂന്നാമത് നമ്മുടെ ആടിൻ്റെ ശൈലി നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ആടിൻ്റെ വില്ലന്മാരെടുക്കാം. ആടിൻ്റെ വില്ലന്മാരായിട്ട് വരുന്നത് സാത്താൻ സേവിയർ, ചെകുത്താൻ ലാസർ. ഇവരൊക്കെ നമ്മുടെ സാധാരണക്കാരനായ ഷാജി പാപ്പൻ എങ്ങനെ ഇവരോടൊക്കെ എതിരിടാൻ പോകും, ഷാജി പാപ്പൻ താനോസിനെ പോലുള്ള ഇത്തരം ശത്രുക്കളെ എങ്ങനെ നേരിടും, ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലൂടെ പോകുന്നത്. ഷാജി പാപ്പൻ ഏറ്റവും അവസാനം ഷാജി പാപ്പൻ്റെ ഒരു ഐക്കോണിക് ചവിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ 2 സിനിമ ഇഷ്ടപ്പെട്ടതും. അല്ലെങ്കിൽ അത്രത്തോളം ഒരു പവർഫുൾ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാ കഥാപാത്രങ്ങൾക്കും അല്ലെങ്കിൽ വില്ലന്മാർക്കും കൊടുത്തിട്ടുണ്ട് ആടിൽ. പക്ഷേ ഇതിലേക്ക് വരാൻ നേരത്ത് ഒരു 3 കാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഫ്യൂച്ചർ, പാസ്റ്റ്, പ്രസൻറ്റ്. കണ്ടവരോടായതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് സ്പോയിലറായിട്ടും. അപ്പോൾ ഈ 3 കാലഘട്ടം കാണിക്കേണ്ട ആവശ്യം, ഈ ഒരു 3 മണിക്കൂറോളം സിനിമ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ഈ ഒരു 3 മണിക്കൂറിൽ കാണിക്കണം. അപ്പം നിലവിൽ കമ്മട്ടത്തിൻ്റെ പുറകെയും അല്ലെങ്കിൽ ആടിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരുന്ന ഷാജി പാപ്പൻ തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സിനിമയുടെ ഈ ഒരു ശൈലി ഈ മറ്റൊരു തരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണേണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ചില കാര്യങ്ങൾ, ചില കഥകൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകണമെന്നുണ്ടായി. അപ്പോൾ ഒരു എലാബറേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ഒരു ഘട്ടത്തിൽ 3 കഥകൾ, അതായത് പത്മനാഭൻ എന്ന ജയസൂര്യയുടെ ക്യാരക്ടറിൻ്റെ കഥാപാത്രമുണ്ട്. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് കഥാപാത്രം കാണിച്ചിട്ടില്ല, അത് ഇന്ദ്രൻസിൻ്റെ ഒരു ഇൻട്രോയിലൂടെയാണ് നമ്മുടെ ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ദ്രൻസിൻ്റെ കയ്യിലുള്ളത് ഒരു ടെസറാക്റ്റ് പോലെ ഒരു മറ്റേ സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം, അത് വെച്ചാണ് ഇവർ ടൈം സ്വാപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ഒരു 3 കാലഘട്ടവും കാണിക്കാൻ നേരത്ത് നമ്മുടെ ഷാജി പാപ്പൻ്റെ പിള്ളേരുടെയും പെർഫോമൻസിൽ കുറേയൊക്കെ നമുക്ക് മിസ്സായി പോകുന്നുണ്ട്. ഈ 3 കഥകളും കാണിക്കുക. അത് 4th വരാൻ നേരത്ത് ഒരു പക്ഷേ ഈ 3-ലുണ്ടാകുന്ന പോരായ്മകളൊക്കെ ഈ മിഥുൻ മാനുവൽ എന്താ പറയുക മറികടക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രോപ്പറായിട്ട് ഇതിലൊരു മെയിൻ ഒരു വില്ലൻ്റെ ഒരു സാന്നിധ്യം കുറവായിരുന്നു വേണമെങ്കിൽ പറയാം. ഇതിൽ മെയിനായിട്ട് വരുന്ന മദാമയുടെ ഒരു ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ ഡ്യൂഡൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഡ്യൂഡൊക്കെ വരാൻ നേരത്ത് ഒരു ലാസ്റ്റ് മിനിറ്റിലാണ് ഡ്യൂഡ് വരുന്നത്. നമ്മുടെ ഡ്യൂഡ് വരാൻ നേരത്ത്, വിനായകൻ്റെ കഥാപാത്രം വരാൻ നേരത്താണ് സിനിമയ്ക്ക് ഒരു പഞ്ചൊക്കെ വരുന്നത്. പക്ഷേ ഒരുപാട് ചില കോമഡികൾ നമുക്ക് വർക്കൗട്ട് ആയില്ല. കാരണം എൻറ്റയർലി ഒരു 3 കഥ ഓൾറെഡി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിനിടക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആ ക്യാരക്ടേഴ്സിന് സ്പേസ് കിട്ടുന്നില്ല. അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് തോന്നിയ കാര്യം ഈ ജയസൂര്യയുടെ അഭിനയം നമുക്ക് നോർമലി ഷാജി പാപ്പൻ എങ്ങനെയാണ് ആ രീതിയിൽ തന്നെ ജയസൂര്യയുടെ ഈ ഷാജി പാപ്പൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ജയസൂര്യ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയും പിന്നെ പുള്ളിയുടെ ഒരു ഡയലോഗ് എന്താ പറയുക കൃത്യമായിട്ടുള്ള ഡയലോഗ് ഡെലിവറിയും കോമഡി ഡെലിവറി ചെയ്യാനുള്ള മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു കഴിവ് അത് ഇതിൽ പലയിടങ്ങളിലും നഷ്ടപ്പെട്ടായിട്ട് നമുക്ക് ചെറുതായിട്ട് തോന്നിയേക്കാം. കാരണം അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളിയുടെ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, കോമഡി ഇറക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു കൗണ്ടർ അടിക്കുമ്പോൾ അതിന് മറു കൗണ്ടർ വരുന്നൊരു രീതി, ഇതെല്ലാം ആട് 1ലും 2ലും കൃത്യമായിട്ട് മിഥുൻ മാനുവൽ തോമസ് കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ സീനുകളായാലും നല്ല അതിഗംഭീരമായിട്ട് ഓസമായിട്ടാണ് പുള്ളി സീനുകൾ എടുക്കുന്നത്. ഒരു എന്താ പറയുക ഒരു സർപ്രൈസിലാണ് പുള്ളി സീനുകൾ എടുക്കുന്നത്. അതിൻ്റെ ഒരു കുറവ് ആട് 3-ലുണ്ടായിരുന്നു ശരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മിഥുൻ മാനുവൽ റൈറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നും സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിൽ നിന്നും ഉണ്ടായി. ബാക്കി പെർഫോമൻസുകളെല്ലാം ധർമ്മജനാണെങ്കിലും നമ്മുടെ ഭഗത്തിനൊക്കെ വലിയ റോളുകളൊന്നുമില്ല ഷാജി ബാബൻ്റെ കൂടെയുള്ള. കാരണം ഈ 3 കഥകൾ കാണിച്ചുകൊണ്ട് ഇവർക്ക് ഈ പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല. സൈജു കുറുപ്പ് ഉണ്ടെങ്കിലും സൈജു കുറുപ്പിൻ്റെ ഒരു പെർഫോമൻസ് നമ്മുടെ അറക്കൽ അബു എന്നുള്ള രീതിയിലല്ല പോകുന്നത്. ഈ 2 കഥകൾ കാണിക്കുന്നുണ്ട്, ഒരു 2 സിനിമയിലേക്കും ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ചെറിയൊരു കല്ലുകടിയായിട്ട് തോന്നിയേക്കാം. നമ്മുടെ ഷാജി പാപ്പൻ്റെയും പിള്ളേരുടെയും കയ്യിൽ നിന്ന് ഈ സിനിമ പോയിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു രംഗമാണ് സുധീർ കരവനയുടെ മന്ത്രവാദത്തിൻ്റെ ഒരു സീൻ. നിങ്ങൾ കണ്ടവർക്ക് എല്ലാവർക്കും ആ സീൻ നന്നായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മൾ ആട് 1ഉം ആട് 2ഉം പോയിട്ടില്ല, ഇവരുടെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നത്. ആ സീനിൽ തിയേറ്റർ കൂട്ടച്ചിരി എന്ന് പറഞ്ഞാൽ കൗണ്ടർ, അതിന് മറു കൗണ്ടർ, അതിന് ഒരു തഗ് മറുപടി, ഇതെല്ലാം കൊണ്ട് ആ ഒരു സീൻ വെറുതെ കിടിലനാക്കി. ആട് 1ഉം ആട് 2ഉം എങ്ങനെയാണ് എടുത്തത്, അതിലെങ്ങനെ ഡയലോഗ് ഡെലിവറി കൃത്യമായി കൊടുത്തു, അതെല്ലാം ആ സീനിൽ ഷാജി പാപ്പനാണെങ്കിലും സ്കോർ ചെയ്തൊരു സീനാണ് സുധീർ കരവനയുടെ മന്ത്രവാദത്തിൻ്റെ സീൻ. ഇതെല്ലാവർക്കും അറിയാൻ പറ്റും. നിങ്ങൾക്ക് ആ സീൻ നിങ്ങൾക്കത് മോശമായിട്ടാണ് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു സിനിമ ഇറങ്ങി, നമ്മളിപ്പോൾ ഇതിനെ മോശമാണെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഈ ആളുകൾ 1 മോശമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ആട് 3 കാണാൻ കാത്തിരുന്ന് പോയി കണ്ടവരാണ്. അപ്പോൾ 4 ഇറങ്ങാൻ നേരത്തായിരിക്കും ചിലപ്പോൾ 3യുടെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ സിനിമേനെ അങ്ങനെ തള്ളിക്കളയാനോ കൊച്ചാക്കാനോ ഞാൻ ശ്രമിക്കില്ല. ഈ സിനിമ ആദ്യാവസാനം കണ്ട് കൈയടിച്ച് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ആസ്വാദനത്തെയും അവരുടെ യുക്തിയെയും നമ്മൾ കളിയാക്കുന്ന പോലെ ഇരിക്കും ഇതിനെ മൊത്തത്തിൽ നമ്മൾ കുറ്റം പറയുന്നത്. കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികം. പക്ഷേ അതത്ര വലിയ കുറവുകളല്ല. ഇതിൽ നല്ല ഒരുപാട് മൊമെൻറ്റുകളുണ്ട്. കാരണം ഈ സിനിമ തീരണത് 4ത്തിലാണ്. അതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലായിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടാൽ മതി ഇതിനെ. അത് കഴിഞ്ഞിട്ട് 4ത്തും കൂടി ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ കുറ്റം പറയുക എന്ത് വേണമെങ്കിലും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. 2 കഥകളായിട്ട് കാണിച്ചപ്പോൾ ആ രീതിയിൽ ഒരു കഥയുടെ മൊത്തത്തിലുള്ള ഒരു ടോട്ടാലിറ്റി അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. പിന്നെ ഒരു ഡയലോഗ് ഡെലിവറി ആണെങ്കിലും കോമഡി ടൈമിങ്ങുകളാണെങ്കിലും അത്ര ചില പഴയ നമ്മുടെ 1ഉം 2ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടിയില്ല. പിന്നെ മൊത്തത്തിൽ ഒരു ടൈം ട്രാവലിലേക്കും ഫാൻറ്റസിയിലേക്കും ഷിഫ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ ചെറിയ പാകപ്പിഴകളും അല്ലെങ്കിൽ അത് 4ത്തിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ കറക്റ്റാക്കാൻ മിഥുൻ മാനുവൽ തോമസിന് സാധിച്ചാൽ അത് ഓക്കെ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു 3 കഥകളുടെ ഒരു ഭാരം ഈ ഒരു സിനിമയിൽ മുളച്ചിട്ടുണ്ട്. അത് അടുത്തതിൽ നമുക്ക് ക്ലിയർ ആക്കും മിഥുൻ മാനുവൽ തോമസ് എന്നുള്ളത് തന്നെയായിരിക്കും നമുക്ക് ആശ്വസിക്കാവുന്നൊരു ഇത്. അപ്പോൾ ഇത്രയുള്ള ഈ സിനിമയെ പറ്റി എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബിഗിനിങ് ടു എൻഡ് നമുക്ക് അത്യാവശ്യം ചിരിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് സമയം കളയാവുന്നൊരു സിനിമ തന്നെയാണ്. 4ത്തും കൂടി ഇറങ്ങിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ പറയാം. അത്ര മോശം സിനിമയൊന്നുമല്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ചില കുറവുകളുണ്ട്. പക്ഷേ അത് അത്ര എഴുതി തള്ളാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.